നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചിരിക്കുകയാണ് ശ്രീനാരായണ ഗുരുദേവൻ ഹിന്ദു ആയിരുന്നില്ല എന്ന്. ആയിരുന്നില്ല. പിന്നെ ആരായിരുന്നു? മുസ്ലിമായിരുന്നു. ഈ വർക്കല നാരായണ തങ്ങൾ, അദ്ദേഹത്തിന് മുത്തുക്കോയ അങ്ങനെ ഒരു ബിരുദവും ഒക്കെ ഉണ്ടായിരുന്നു. ഈ തങ്ങൾ പിൽക്കാലത്ത് ഹിന്ദുക്കൾ ഹൈജാക്ക് ചെയ്യായിരുന്നു. വാസ്തവത്തിൽ അങ്ങനെ മുസ്ലിമായിരുന്നു. ഇത് നാരായണഗുരു പിണറായി വിജയന് മാത്രം എഴുതി കൊടുത്ത ഒരു കത്തുണ്ട്. അത് താമസിയാതെ പിണറായി വിജയൻ പുറത്തുവിടും. അന്ന് പുള്ളി ഈ പിണറായി വിജയൻ എന്നൊരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടാകുമെന്നും അദ്ദേഹത്തിന് മാത്രമേ ഈ രഹസ്യം കൈമാറാവുള്ളൂ എന്നുള്ള വ്യവസ്ഥയോടുകൂടി എഴുതി വെച്ച ഒരു രേഖയുണ്ട്. ആ രേഖ താമസിയാതെ പിണറായി വിജയൻ പുറത്തുവിടും. അത് ഈ 2024 തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ശബരിമല ചെമ്പോല പോലെ ആ സാധനം പുറത്തു വരുത്തുന്നു. അതല്ലാതെ ഈ പറഞ്ഞതിന് വേറെ ന്യായം ഞാൻ കാണുന്നില്ല. കാരണം ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഈ നാരായണ ഗുരുവിൻ്റെ സമ്പൂർണ്ണ കൃതികളുടെ എടുത്ത് നോക്കുക. എത്ര ദൈവങ്ങളുടെ സ്തുതിയുണ്ട് അതിൽ? ഹിന്ദു ദൈവങ്ങളുടെ വിനായകൻ, ഗണപതി, ഷൺമുഖൻ, മണ്ണന്തല ദേവി, പ്രത്യേക ഒരു സ്ഥലത്തെ ദേവി, മണ്ണന്തല ദേവി സ്തവം, ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാൾ ഹിന്ദു അല്ല എന്ന് പറയണമെങ്കിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഒരു രേഖ പിണറായി വിജയൻ്റെ ഉണ്ടാവണം. ആ രേഖ അദ്ദേഹം പുറത്തു വിടട്ടെ. പട്ടും കാവിയും പാടില്ല. ആ സ്റ്റേജ് സുനിലൊന്ന് ഓർത്ത് നോക്കുക. ആ സ്റ്റേജിലിരിക്കുന്ന സന്യാസിമാർ മുഴുവൻ കാവ്യ കൊടുത്തിരിക്കുന്നത്. സ്വാമി സച്ചിദാനന്ദ ഉണ്ടല്ലോ, ധർമ്മസംഘം, അദ്ദേഹം എപ്പോഴും കാവ്യാണ് കൊടുക്കുന്നത്. കാരണം നാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്, സന്യാസിമാർക്ക് കാവി, കാഷായം, നമ്മുടെ ശിവഗിരി തീർത്ഥാടനത്തിന് വരുന്ന അവർക്ക് മഞ്ഞ വസ്ത്രം, പിന്നെ ആരോ വെള്ള വസ്ത്രം, ഇങ്ങനെ ഏതൊക്കെയാണ് ഒരു യൂണിഫോം എന്നുള്ള നിലയ്ക്ക് നാരായണ ഗുരു എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ശിവഗിരി യാത്രയിൽ മഞ്ഞ വസ്ത്രം വരുന്നത്. നാഗമ്പടത്ത് വെച്ചുള്ള ശിവഗിരി ഈ സ്വാമിമാർ മുഴുവൻ കാവ്യാണ് കൊടുക്കുന്നത്. വലിയ തത്വജ്ഞാനം പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് ശാശ്വതികാനന്ദ. ശാശ്വതികാനന്ദയും കാവ്യാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇടയ്ക്കൊന്ന് റോസ് കളറിലേക്കൊന്ന് മാറി പുള്ളി, പക്ഷേ ബേസിക് കാവ്യ തന്നെയാണ്. അന്ന് ഈ കാവ്യ ഇരിക്കുന്നവരെ സാക്ഷിയാക്കിക്കൊണ്ടാണ് പിണറായി വിജയൻ പറയുന്നത് കാവ്യ ഉപേക്ഷിക്കണം. കാവ്യ ഗുരു നിരാകരിച്ചതാണ്. ഗുരു നിരാകരിച്ചത് ഒരു മതത്തിൻ്റെ ആയതുകൊണ്ട്. എവിടെ എന്ത് ചെയ്തു എന്നാണ്. ഗുരു വെള്ളയും കാവിയും മഞ്ഞയും ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഇതുപോലെ നമ്മളൊക്കെ ഇടുന്ന പോലെ പൂക്കളുള്ള ഷർട്ടോ അതൊന്നും ഗുരു ഉപയോഗിച്ചുകൊണ്ടിരുന്നില്ല. പലപ്പോഴും ഒരു വെള്ളമുണ്ടും തോർത്തുമാണ് ഗുരുവിൻ്റെ. ചിലപ്പോഴൊക്കെ തോർത്തെടുക്കുകയും മുണ്ട് പുതയ്ക്കുകയും ചെയ്യും. കുറ്റിത്താടി ഉണ്ടാകും എപ്പോഴും. ഒരു കാലത്ത് ഈ ചേർത്തല കാർത്യായനി ക്ഷേത്രത്തിൽ അതിൻ്റെ വടക്കേ അഗ്രശാല ഒരു സത്രമായിട്ടാണ് അന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഗുരു ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു കേട്ട, എൻ്റെ അച്ഛൻ പറഞ്ഞു കേട്ട കഥയാണ്. അപ്പോൾ ഗുരു അവിടെ രാത്രി ഒരു 11 മണിയായപ്പോൾ എത്തി. സത്രത്തിനൊരു കാവൽക്കാരനുണ്ട്, ആർക്കും കിടക്കാം അവിടെ. ഈ കാവൽക്കാരൻ പേടിച്ചിട്ട് വാതിൽ തുറന്നില്ല. കാരണം രാത്രിയാണ്, 11 മണിയാണ്, ഇരുട്ടാണ്, അന്ന് കറണ്ടും ഒന്നുമില്ലല്ലോ. ഗുരുവിനെ കണ്ടു കഴിഞ്ഞാൽ ഈ വിഷ്ണുനാരായണൻ നമ്പൂതിരി പറയുന്നുണ്ട് ബ്രഹ്മദത്തിനെ പറ്റി, കുറ്റിത്താടി വളർന്നുള്ളവൻ, കാറ്റത്ത് മുടി പാറുവൻ, മെയ്യിൽ പൊടി അണിഞ്ഞുള്ളവൻ, കണ്ണിൽ വെട്ടം ചുരത്തുവൻ. ഇങ്ങനൊരു രൂപത്തെ താങ്ങാനുള്ള കഴിവ് ആ കാവൽക്കാരനില്ല. ഈ ആത്മീയ വെളിച്ചം വിതറുന്ന 2 കണ്ണും കുറ്റിത്താടിയും കാറ്റത്ത് മുടി പറന്നും മെയ്യിൽ പൊടി അണിഞ്ഞുമെന്ന് നാരായണ ഗുരു ഭയന്നു പോയി. അവൻ വാതിൽ തുറന്നില്ല. നാരായണ ഗുരു നടന്ന് അവിടെ നിന്ന് മരുത്തോർവട്ടം അമ്പലത്തിൻ്റെ കളത്തട്ടെന്ന് പറയും, കഥകളിക്കൊക്കെ ആയിട്ട് തട്ടുണ്ടാക്കില്ല, കളിത്തട്ട്. ഇപ്പോൾ 4 തൂണും ഒരു വെറുതെ ഇരിക്കുമ്പോൾ അവിടെ ചതുരംഗമൊക്കെ കളിക്കുക. ഈ കളത്തട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങി. നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ശാന്തി കുളിക്കാനായിട്ട് കുളത്തിലേക്ക് വന്നപ്പോഴും ഒരാൾ കിടക്കുന്നു. ആരാ എന്താന്നൊക്കെ ചോദിച്ച് അങ്ങേര് ഇതുപോലെ പെട്ടെന്ന് പേടിച്ചു പോയി. ആരും സാധാരണ അങ്ങനെ രാത്രി കിടക്കാറില്ല അവിടെ. അപ്പോൾ എണീറ്റ് കഴിഞ്ഞപ്പോഴാണ് നേരം പരപരാ വിളിച്ചു തുടങ്ങി. ആളെ മനസ്സിലായി നാരായണ ഗുരുവാണ്. ആളുകൂടി ഗുരു എങ്ങനെ. അപ്പം ഗുരു പറഞ്ഞു ഞാനവിടെ കിടക്കാമെന്ന് വിചാരിച്ചതാണ്.
ആ പേടിത്തൊണ്ട വാതിൽ തുറന്നില്ല. ഞാൻ പിന്നെ നടന്ന് ഇവിടെ വന്ന് കിടന്നു. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് ഞാൻ തെക്കോട്ട് നടക്കുകയാണ്. അപ്പോഴത്തേക്ക് ഈ വിവരം ചേർത്തലയിൽ അറിഞ്ഞിട്ട് ചേർത്തലയിലെ നായർ പ്രമാണികൾ, അന്നുണ്ടായിരുന്ന കട്ടിയാട്ട് ശിവരാമ പണിക്കർ, പാട്ടത്തിൽ കറുത്ത, ആനക്കോട്ടിൽ കറുത്ത, പതിയാൻ വീട്ടിൽ കാർന്നവർ, ഇവരെല്ലാം കൂടെ കൂടിയിട്ട് വില്ലുവണ്ടിയുമായിട്ട്, കാളവണ്ടിക്ക് ഇതൊക്കെ അലങ്കാരങ്ങളൊക്കെയുള്ള വില്ലുവണ്ടി, ഇതുമായിട്ട് മരുത്തോറോട്ടത്ത് വന്നിട്ട് ഗുരു തിരിച്ച് ചേർത്തലയിൽ വരണം, ഞങ്ങളുടെ സ്വീകരണം, ഞങ്ങളുടെ ഭക്ഷണം കഴിച്ചിട്ടേ പോകാവുള്ളൂ, അവന് വിവരക്കേട് കൊണ്ട് സംഭവിച്ചതാണ്, അതാണ് ഞാൻ. ഗുരു പറഞ്ഞു, ഇനിയിപ്പോൾ എന്നെ നിങ്ങൾ തിരിച്ചെഴുന്നള്ളിക്കാതെ എനിക്ക് പോകണ്ടേ. ഒന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു ഗുരുവിനെയും കൂട്ടി ഇവർ അമ്പലത്തിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ കാവൽക്കാരനെ ഒരു തെങ്ങിൽ കെട്ടിയിട്ടിരിക്കുന്നത്. ഗുരു ചോദിച്ചു, എന്താ ഇത് കെട്ടിയിട്ടിരിക്കുന്നത്? അതിൽ തുറന്ന് അതിനുള്ള ശിക്ഷയാണ്. തല്ലിയോ അവനെ? തല്ലിയൊന്നുമില്ല, കെട്ടിയിട്ടതേ ഉള്ളൂ എന്ന്. അഴിച്ചുവിടവന്. അവനോടും പറഞ്ഞു, നീ കുളിച്ചിട്ട് വാ, അവൻ്റെ കൂടെയാണ് ഇന്ന് ഭക്ഷണം. ഇതാണ് ഗുരു. ക്ഷേത്രങ്ങളിൽ നിന്ന് ക്ഷേത്രങ്ങളിലേക്ക് ഏതെങ്കിലും പള്ളിയുടെ തിണ്ണയിലും വേണമെങ്കിൽ നാരായണ ഗുരു കിടന്നുറങ്ങാം. ഒന്ന്, പള്ളിക്കാരങ്ങനെയുള്ള സൗകര്യം അന്ന് ചെയ്തിരുന്നില്ല, ഇന്നും ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അനാഥാലയം നടത്തുകയും അതിന് ഗ്രാൻറ്റ് മേടിക്കുകയൊക്കെ ചെയ്യുന്നുള്ളതല്ലാതെ ഒരു പൈസയും വാങ്ങാതെ വഴിയേ പോകുന്ന ആർക്കും കയറി കിടക്കാം എന്ന് പറയുന്നൊരു സംവിധാനം ഹിന്ദു ക്ഷേത്രങ്ങളിലാണ് ഉണ്ടായിരുന്നത്. ഇതൊക്കെ നാരായണ ഗുരുവിൻ്റെ ചരിത്രമാണ്. ഇതെല്ലാം മറന്നുകൊണ്ട് നാരായണ ഗുരു ഹിന്ദുവല്ല, നിങ്ങളാരും കാവ്യ ഉടുക്കുകയും ചെയ്യരുത്. കാര്യം എന്താ? BJP അധികാരത്തിൽ വരും. ഈ രാഷ്ട്രീയം ഒരു അധമ പ്രവൃത്തിയല്ലേ ആ സ്റ്റേജിൽ രാഷ്ട്രീയം പറയുക എന്ന് പറഞ്ഞാൽ? അല്ല, ഗുരുവിൻ്റെ പേരിൽ കള്ളമല്ലേ പിണറായി പറയുന്നത്? ഗുരുവിൻ്റെ പേരിൽ എത്ര കള്ളം! ഗുരുവിൻ്റെ പേരിൽ ഫാബ്രിക്കേറ്റഡ് കള്ളങ്ങൾ. അതിൻ്റെ ഉസ്താദ് നമ്മുടെ സുനിൽ പി ഇളയിടമാണ്. ഗുരുവും മഹാത്മാഗാന്ധിയും തമ്മിൽ നടന്ന സംഭാഷണത്തിൻ്റെ ഇടയ്ക്കുന്ന് 2 ലൈൻ എടുത്തു കളഞ്ഞിട്ട് ബാക്കി സംഭാഷണം ഉദ്ധരിച്ച് പ്രസംഗിച്ച് നേടുന്ന ആളാണ് സുനിൽ പി ഇളയിടം. ഞാനിത് പലതവണ ചൂണ്ടിക്കാണിച്ച് പ്രോഗ്രാം നടത്തി. ഞാൻ പറഞ്ഞു, സുനിൽ ഇങ്ങനെ ചെയ്യരുത്. അതായത് 2ാമത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് 3ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വയ്ക്കുക. അപ്പോൾ സംഗതി മൊത്തം മാറും. ഇത് നാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും തമ്മിലുള്ള ചോദ്യോത്തരം അവരുടെ വെബ്സൈറ്റിലുണ്ട് എന്ന് പോലും അറിയാതെയാണ്. ഒരുപാട് പേരുടെ ഗ്രന്ഥത്തിലുണ്ട് ഈ ചോദ്യോത്തരം, നാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും തമ്മിലുള്ളത്. ഇതുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നുണ പറയുക. ഇത് മഹാപാപമല്ലേ? ഈ മഹാപാപം അല്ല, മഹാപാപമല്ല, പുഴുത്തു ചാവില്ല. മഹാപാപമല്ല എന്നാണ് സുനിൽ പി ഇളയിടൻ തന്നെ പറഞ്ഞത്. നമ്മുടെ ശ്രീചിത്രൻ ഉണ്ടല്ലോ, പൊതുരംഗത്ത് നിന്ന് പുറത്തു പറയാൻ പറ്റാത്ത കാരണങ്ങളാൽ മാറി നിന്ന ഒരാൾ ഇപ്പോൾ ഇത് വീണ്ടും തിരിച്ചു വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ കക്ഷിയുമായിട്ട് സുദീർഘമായ ഒരു ഇൻ്റർവ്യൂ സുനിൽ പി ഇളയിടത്തിൻ്റെ, അതിൽ ഈ ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ സുനിൽ പി ഇളയിടൻ പറയുന്നു, അങ്ങനെ വസ്തുതാപരമായ ഒരു ഭദ്രത ഇത്തരം കാര്യങ്ങളിൽ ആവശ്യമില്ല. നമ്മളൊരു പോളമിക്സ് സംസാരിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഹിന്ദുക്കൾക്കെതിരെ സംസാരിക്കുമ്പോൾ വസ്തുതകളിൽ വെള്ളം ചേർക്കാവുന്നതാണ്. ഇതാണ് അതിൻ്റെ അർത്ഥം. ന്യായമാണെന്നാണ്. ഈ എവരിതിങ് ഈസ് ഫെയർ ഇൻ വാർ ആൻഡ് ലവ് എന്ന് പറയില്ല. അപ്പോൾ സുനിൽ പി ഇളയിടത്തെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു സമാജത്തിനെ നശിപ്പിക്കാനുള്ള ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഹിന്ദു സമാജത്തിൻ്റെ നേതാക്കന്മാർ പറഞ്ഞ കാര്യം പറഞ്ഞില്ലെന്നും പറയാത്ത കാര്യം പറഞ്ഞെന്നും പറയാൻ എനിക്ക് അവകാശമുണ്ട്. അത് ന്യായമാണ്. ഇറ്റ് ഈസ് ഫെയർ ബിക്കോസ് ഇറ്റ് ഇസ് എ വാർ. ഹമാസിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഹമാസ് എന്ത് ചെയ്താലും അത് ശരിയാണ്. അല്ല TG, ഇവർ CPM ഒരുപാട് കാലമായി പറയുന്ന, പിണറായി മാത്രമല്ല, CPMൻ്റെ ഒരു പ്രചാരണം തന്നെ ശ്രീനാരായണ ഗുരു ഹിന്ദു ആയിരുന്നില്ല, ഹിന്ദു സന്യാസി ആയിരുന്നില്ല എന്നൊക്കെയാണ്. അവരുടെ പാർട്ടി പരിപാടിക്ക് ഇപ്പോൾ ഗുരുവിൻ്റെ ചിത്രവും വെക്കുന്നുണ്ട്. അത് ഹിന്ദു അല്ലാത്തതുകൊണ്ടായിരിക്കും വെക്കുന്നത്. ഈ ക്യാമ്പയിൻ എന്തുകൊണ്ടായിരിക്കും ഗുരുവിനെ ഹിന്ദുവല്ല എന്ന പേരിൽ വലിയ സംഘടിതമായ പ്രചാരണം? താമസിയാതെ ഹിന്ദു മുസ്ലിമായിരുന്നു, ഗുരു മുസ്ലിമായിരുന്നെന്നും കൂടെ പറഞ്ഞു തുടങ്ങും. ആദ്യം സംഭവിക്കുന്നതാണല്ലോ, ഹിന്ദു ആയ ഒരാളിനെ ഹിന്ദു അല്ലാതാക്കുക. അതിന് ഗുരു പറഞ്ഞൊരു വാക്യമൊക്കെ എടുക്കും, നമുക്ക് മതമില്ല, പറയൂല്ല. ആധ്യാത്മികതയിൽ എവിടെയാണ് മതം? ഒന്ന്, മതം എന്ന് പറയുന്നത് റിലിജിയൻ. അതിന് തുല്യമായ ഒരു വാക്ക് ഭാരതത്തിൽ ഇല്ല, ഒരു ഭാഷയിലുമില്ല. ഇത് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. റിലിജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദൈവം, ഒരു പ്രവാചകൻ, ഒരു ഗ്രന്ഥം, അതിനനുസരിച്ച് സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു സഭ. ഇതാണ് റിലിജിയൻ. ഇതിന് തുല്യമായൊരു സാധനം ഭാരതത്തിലില്ല. ഒരു ഗ്രന്ഥമാണോ? അല്ല. ഒരു വലിയ ലൈബ്രറി തന്നെയുണ്ട്. ഒരു 10-28 നിലയുള്ള കെട്ടിടമാണ്. അതിനകത്തിരിക്കുന്ന പുസ്തകമാണ് ഹിന്ദുവിൻ്റെ പുസ്തകം. ഏതാണെന്ന് ചോദിച്ചാൽ ഇതിലേതാ പുസ്തകം? ഏതെങ്കിലും എടുത്തോ. ഇതാണ്. ഏതാ ദൈവം? അത് ദൈവം. ഗുരുവായൂർ, അതെ ഗുരുവായൂരപ്പൻ ജോറാം.
പിന്നെ നിങ്ങൾ ചോറ്റാനിക്കരയ്ക്ക് പോകുന്നതോ? അത് ചോറ്റാനിക്കര അമ്മ വളരെ ഇതാണ്. അപ്പോൾ ഗുരുവായൂരെന്ന് പറഞ്ഞു, അല്ല അങ്ങേരും കൊള്ളാം. ചോറ്റാനിക്കരയിൽ പോയി കഴിഞ്ഞാലുണ്ടല്ലോ, അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അമ്മേ നാരായണ എന്നാണ്. ന്യായത്തിൽ അമ്മേ നാരായണീ എന്നല്ലേ വരണ്ടേ? സ്ത്രീലിംഗം വരണ്ടേ? ഇല്ല, അമ്മേ നാരായണ. തൊഴുന്നത് ദേവിയെ, വിളിക്കുന്നത് നാരായണ. അമ്മയെന്നും വിളിക്കും. ഗുരുവായൂരപ്പൻ ഗ്രേറ്റ്, പക്ഷെ ഞാൻ പോകുന്നത് ചോറ്റാനിക്കരയിൽ. ഈ ഏർപ്പാടിന് നിങ്ങൾക്ക് എന്ത് വിളിക്കാൻ പറ്റും? ഇതുകൊണ്ടാണ് ഗുരുവല്ല, ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് റിലിജിയൻ ഇല്ല. വാസ്തവമാണ്, ഭാരതത്തിൽ റിലിജിയൻ ഇല്ല. എനിക്കോ സുനിലിനോ റിലിജിയൻ ഇല്ല. പിന്നെ നമ്മൾ മതം എന്ന് ഉപയോഗിക്കുന്നു. എന്തുകൊണ്ട്? മറ്റ് രണ്ട് പേരുമായിട്ട് തുലനം ചെയ്യുമ്പോൾ ഈ ഗ്രൂപ്പിനെ എന്ത് വിളിക്കും? അതേ പേര് വിളിക്കണ്ടേ? അല്ല, ഈ യുക്തി പിൻപറ്റിയല്ലേ ചിലർ പറയുന്നത് വേദങ്ങളിലും പുരാണങ്ങളിലും ഒന്നും ഹിന്ദു എന്ന് പറഞ്ഞിട്ടില്ല, ബ്രിട്ടീഷുകാരനാണ് ഹിന്ദു എന്നുള്ള പേരുണ്ടാക്കിയത്. അതങ്ങനെയല്ലേ വരുള്ളൂ. മറ്റുള്ളവരല്ലേ നമുക്ക് പേരിടുന്നത്. സുനിലെ, എനിക്ക് പേരിട്ടത് ഞാനാണോ? എനിക്ക് പേരിട്ടത് മറ്റുള്ളവരാണ്. മുതലാണ് ഉണ്ടായത് ഹിന്ദുമതം എന്നാണ് ഇവർ പറയുന്നത്. ഈ നിങ്ങൾ മറ്റുള്ളവരാണ് എപ്പോഴും പേരിടുന്നത്. എൻ്റെ പേര് മോഹൻദാസ് എന്നുള്ള പേര് എനിക്ക് ആവശ്യമുണ്ടോ? എനിക്ക് ആവശ്യമില്ല. നിങ്ങൾക്കാണ് ആവശ്യം. മോഹൻദാസ്, ഏത് മോഹൻദാസ്? ടി ജി മോഹൻദാസ്. അപ്പോൾ അവിടെ 4 ടി ജി മോഹൻദാസ് വേറെ ഉണ്ട്. അപ്പോൾ കൊച്ചിക്കാരൻ ടി ജി മോഹൻദാസ്. ഇങ്ങനെ പറയാനായിട്ട് നിങ്ങൾക്ക് മറ്റുള്ളവർക്കാണ് പേര് ആവശ്യം. നമുക്ക് സ്വന്തം പേര്, ഭൂമിയിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് വെച്ചോ, എനിക്ക് പേര് വേണം. ഞാൻ ഒറ്റ ആളെ ഭൂമിയിലുള്ളൂ, എനിക്ക് പേരാവശ്യമില്ല. ഭാരതത്തിൽ ഈ സംസ്കാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അന്ന് പേരുണ്ടായിരുന്നില്ല. അന്ന് പേരുണ്ടായിരുന്നില്ല. വൈദേശികൾക്ക് ഇങ്ങനൊരു ജനതയുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ അവർ ഹിന്ദു എന്ന് വിളിച്ചോട്ടെ. നമ്മൾ സ്വയം ഇട്ട പേര്, നമ്മുടെ രാഷ്ട്രത്തിന് ഇട്ട പേര് ഭാരതം എന്നാണ്. ആർഷം ഋഷിമാരുണ്ടാക്കിയത്, അതുകൊണ്ട് ആർഷഭാരതം എന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ നമ്മൾ സ്വയം വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഈ ഒരു മതം എന്നുള്ള പേരിൽ ഒരു കൂട്ടത്തിന് ഒരു പേര് വിദേശികൾ ഇട്ടതാണ്. അതുകൊണ്ട് എന്താ ദോഷം? അതങ്ങനെ വരുള്ളൂ. മറ്റുള്ളവരാണ് നിങ്ങൾക്ക് പേരിടുന്നത്, അവർക്കാണ് നിങ്ങളുടെ പേരിൻ്റെ ആവശ്യം. നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൻ്റെ ആവശ്യമില്ല. പേരിട്ട കാലം മുതലേ നിങ്ങളുള്ളൂ എന്നാണ് ഇവർ പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേരിട്ട ദിവസം മുതലാണോ ഞാൻ ജനിച്ചത്? എൻ്റെ ജന്മദിനത്തിൽ എനിക്ക് പേരിടുമോ? ഇല്ലല്ലോ. 10-28 ദിവസം കഴിഞ്ഞ തോന്നിയ ദിവസമാണല്ലോ പേരിടുന്നത്. ആ ദിവസം മുതലാണോ ഞാൻ ജീവനോടെ ഉള്ളത്? അതിന് മുമ്പുള്ള എൻ്റെ ചരിത്രം റദ്ദായിപ്പോയോ? ഇതൊക്കെ എന്ത് ഫൂളിഷ് ആർഗ്യുമെൻ്റാണ്. അല്ല, കുറേ നാളായി നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. കുറേ നാളായി നടത്തിക്കൊണ്ടിരുന്നത് ഈ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം മുതൽ ഈ ചരിത്രം എഴുതാൻ, ഇതുപോലത്തെ തിയറി ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഇവർക്കാണ് അധികാരം കൊടുത്തിരുന്നത്. ഇടതുപക്ഷത്തിനാണ്. അവരത് ആവുന്നത്ര നശിപ്പിച്ചു. അത് കഴിഞ്ഞ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി തിയറി എഴുതി അവർക്ക് കൊടുത്തു. അവിടെ ഇരുന്ന് ഇല്ലാത്ത കുത്തിത്തിരിപ്പ് മുഴുവൻ ഉണ്ടാക്കി. ഇപ്പോൾ അവർക്ക് ക്ഷീണകാലം തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ യങ് ജനറേഷൻ പഴയ ചരിത്രം കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നു, പഴയ രേഖകൾ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നു. അപ്പോൾ ഇവർക്ക് പരിഭ്രമം ഉണ്ടാകുന്നു. അതാണ്. നാരായണ ഗുരുവിനെ പറ്റി കൃത്യമായൊരു റിസർച്ച് കേരളത്തിൽ നടന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കൃതികളും അതിന് വ്യാഖ്യാനവും ഉണ്ട്. വിദ്യോധിനി വ്യാഖ്യാനം ഡോക്ടർ ടി ഭാസ്കരൻ്റെ, പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായരുടെ വ്യാഖ്യാനം, മുനി നാരായണ പ്രസാദിൻ്റെ വ്യാഖ്യാനം, ഇങ്ങനെ സമ്പൂർണ്ണ കൃതികൾക്കും വ്യാഖ്യാനങ്ങളുണ്ട്. ബട്ട് വേർ ഈസ് ദ റിസർച്ച്? നാരായണ ഗുരു നടത്തിയ പ്രസംഗങ്ങളുടെ സമാഹാരം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നാരായണ ഗുരു സ്വന്തം കൈപ്പടയിൽ എഴുതി എന്ന് പറയുന്ന ചില്ലറ കാര്യങ്ങൾ കിട്ടാനുണ്ട്. ഫർദർ കാര്യങ്ങൾ എവിടെ? ഇതൊക്കെ ഇപ്പോൾ ഇത്രയും കാലം കൊണ്ട് കുറേയധികം നഷ്ടപ്രായമായി കാണും. എന്നാലും അത് വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമം ഈ പറഞ്ഞ ആൾക്കാർ ചെയ്യുന്നുണ്ടോ? ഇല്ല. കാരണം അത് വീണ്ടെടുക്കാൻ ശ്രമിക്കും തോറും ഇവർ കുഴപ്പത്തിലാവും. അവർ ചെയ്യില്ല. ഞാൻ പറയട്ടെ, ഈ നമ്മുടെ ആർക്കൈവ്സ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് തിരുവനന്തപുരത്ത്. അവരുടെ കയ്യിൽ നാരായണ ഗുരുവിനെ പറ്റി എന്തെങ്കിലും രേഖകളുണ്ടോ? നാരായണ ഗുരുവിനെ പറ്റി മറ്റുള്ളവരെഴുതിയതോ, നല്ലതോ ചീത്തയോ ആയിക്കോട്ടെ. ഒരുപാട് പേര് നാരായണ ഗുരുവിനോട് എതിരെ അഭിപ്രായമുള്ളവരും ഉണ്ടായിരുന്നില്ല. അവരുമൊക്കെ എന്തെങ്കിലും ലേഖനം അത് ഇതൊക്കെ എഴുതി കാണും. ഇതെല്ലാം ചരിത്രത്തിൻ്റെ ഒരു ഭാഗമല്ലേ. അന്നത്തെ ഒരു സമ്പ്രദായമുണ്ട്, പൂർവപക്ഷം സിദ്ധാന്തപക്ഷം എന്ന് എഴുതും. ആദ്യം നാരായണ ഗുരു പറഞ്ഞത് എഴുതും. അത് കഴിഞ്ഞ് അത് തെറ്റായിരുന്നു, ഇങ്ങനെയാണ് കാര്യം എന്ന് പറഞ്ഞ് ആൾ സ്ഥാപിക്കും. ഇങ്ങനെ ഒരു രേഖ നിങ്ങളെ കിട്ടിക്കഴിഞ്ഞാൽ ഈ പൂർവപക്ഷത്തിൽ നിന്ന് നാരായണ ഗുരു ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ആ മനസ്സിലാകൽ തന്നെ നിങ്ങൾക്ക് ഞെട്ടലുണ്ടാക്കും. ഇതൊക്കെയാണ് ഈ രേഖകൾ പുറത്തുവിടാത്തതിൻ്റെയോ അന്വേഷിക്കുക പോലും ചെയ്യാത്തതിൻ്റെ കാരണം. അല്ലെങ്കിൽ ശങ്കരന് ശേഷം
രണ്ടാം ശങ്കരനായിട്ട് കേരളത്തിൽ ജനിച്ചത് നാരായണ ഗുരുവാണ്. ഇത്ര വലിയ നന്ദികേട് ഈ 2 പേരോടും കേരളം ചെയ്തു. ശങ്കരൻ നാട് വിട്ടു, അതുകൊണ്ട് ശങ്കരൻ രക്ഷപ്പെട്ടു, വിശ്വപ്രശസ്തനായി. ഇവിടെ നിന്നിരുന്നെങ്കിൽ നമ്പൂതിരിമാർ തന്നെ ഒരുപക്ഷെ ശങ്കരനെ ശ്വാസം മുട്ടിച്ച് കൊല്ലുമായിരുന്നു. ശങ്കരനെ സമുദായ ഭ്രഷ്ടനാക്കി നമ്പൂതിരിമാർ, അറിയാവില്ല. അപ്പോൾ അങ്ങനെയാണ് ശങ്കരനെ ട്രീറ്റ് ചെയ്തത്. നാരായണ ഗുരുവിനെയും ഉപദ്രവിക്കുകയൊന്നും ചെയ്തില്ല, പക്ഷേ വേണ്ട വിധം പരിഗണിച്ചുമില്ല. എത്ര കാലം വിസ്മൃതിയിലാണ്ട് കിടന്നു. ഇപ്പോഴും ഞാൻ പറയുന്നത് എനിക്ക് സംശയമാണ്, ഒരു 2 പേജ് നാരായണ ഗുരുവിനെ പറ്റി നമ്മുടെ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടോ? 2 പേജ്, ഒരു സ്റ്റാമ്പ്, ഒരു പാരഗ്രാഫ്. ഇതാണ് നാരായണ ഗുരുവിനെ. കുറേ നാളായിട്ട് എനിക്കുള്ളൊരു സംശയമാണ്, ഈ CPM-ൻ്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പരിപാടികളൊക്കെ ഇപ്പോൾ ഗുരുദേവൻ്റെ ചിത്രം വെക്കാറുണ്ട്. അപ്പോൾ ഗുരുവിനെ അവർ സ്വീകരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണല്ലോ അവരെ ഒന്നുമില്ല ഈഴവൻ്റെ വോട്ട് കിട്ടാൻ. അല്ല, ആയിക്കോട്ടെ, ഞാൻ മനസ്സിലാക്കിയതാണ് ഗുരുവിനെ സ്വീകരിക്കുന്നതുകൊണ്ടാണ് ഇവർ ചിത്രം വെക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവർക്ക് എന്തുകൊണ്ടാണ് ഇവരുടെ പാർട്ടി ഓഫീസിൽ ഗുരുവിൻ്റെ ചിത്രം വെക്കാൻ കഴിയാത്തത്? അതിൻ്റെ ആവശ്യമില്ല. പാർട്ടി ഓഫീസിൽ വോട്ട് ഏതായാലും കിട്ടിക്കൊള്ളുമല്ലോ. ഈ നാരായണ ഗുരുവിൻ്റെ ചിത്രം വയ്ക്കുന്നത് ഈ കൊച്ചി തിരുവിതാംകൂർ ഭാഗത്തേ ഉള്ളൂ. മലബാറിൽ നാരായണ ഗുരുവിൻ്റെ ചിത്രം വയ്ക്കുമോ പാർട്ടി? അവിടെ ആവശ്യമില്ല. കാരണം അവിടെ തീയന്മാരാണ്, ചോകാന്മാരല്ല. തീയന്മാർക്ക് ഈ നാരായണ ഗുരുവുമായിട്ട് വലിയ കണക്ഷനൊന്നുമില്ല. തലശ്ശേരി ജഗന്നാഥ കൂട്ടത്തിലുള്ള ആളാണ്, പിണറായി ആ കൂട്ടത്തിലുള്ള ആളാണ്. അപ്പോൾ ഗുരുവിനോടുള്ള കൂറും ഭക്തിയൊക്കെ അത്രേ കാണും. അത് വോട്ടിന് വേണ്ടിയിട്ടാണെന്ന്. ഇത് അതല്ലാത്ത സ്ഥലത്ത് വേറെ പലതും ഒക്കെ വയ്ക്കും. ഞാൻ അവസാനമായിട്ട് ഈ ചർച്ച തീരുമ്പോൾ ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഈ ഗുരുവിൻ്റെ പേരിൽ ഗുരുവിനെ പണ്ട് കഴുത്തിൽ കയറിട്ട് കുരുക്കിയ ആളുകളാണ് ഇവർ. ഗുരുവിനെ തെറ്റായി വ്യാഖ്യാനിച്ചും പച്ചക്കള്ളം പറഞ്ഞും ഒക്കെ ഇങ്ങനെ ഇവർ അഭംഗുരം മുന്നോട്ട് പോവുകയാണ്. ഗുരു ഇവരോട്, ഈ മഹാപാപികളോട് പൊറുക്കുമോ? പൊറുക്കും. കാരണം അനുകമ്പാദശകം വായിച്ചു നോക്കണം. കരുണ എന്ന് പറയുന്നത് ഗുരുവിനെ കണ്ടു പഠിക്കണം. ഗുരു ഇവരോട് ക്ഷമിക്കട്ടെ. ഗുരു ക്ഷമിക്കാന്ന് വെച്ചാൽ അതിൻ്റെയൊക്കെ അപ്പുറത്താണ് ഗുരു ഇതിനെ കാണുന്നത്. ഈ നമ്മുടെ കാലടി ഗോപിയുടെ 7 രാത്രികൾ നാടകമായിരുന്നു, പിന്നീട് സിനിമയാക്കി. അതിനകത്ത് പാഷാണം വർക്കി എന്ന് പറഞ്ഞാൽ ആലമ്മൂടൊരു കഥാപാത്രമുണ്ട്. ഒരു വശത്ത് ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ, മറുവശത്ത് അന്തോണീസ് പുണ്യാളൻ്റെ ഫോട്ടോ. ഇങ്ങനെ ഒരു ഫോട്ടോ പുള്ളിയുടെ കയ്യിലുണ്ട്. എന്നിട്ട് തെണ്ടുകയാണ്. അപ്പോൾ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ മൊത്തം ഹിന്ദുക്കളാണ്. ഇപ്പോൾ ഗുരുവായൂരപ്പന് നല്ല മാർക്കറ്റാണ്. വലത്തോട്ട് മാറിക്കഴിഞ്ഞാൽ അവിടെ മൊത്തം ക്രിസ്ത്യാനികളാണ്. പ്രത്യേകിച്ച് കത്തോലിക്കരുടെ ഇടയ്ക്ക് അന്തോണീസ് പുണ്യാളിന് നല്ല ഡിമാൻഡാണ്. അപ്പോൾ ഈ ഫോട്ടോ തിരിച്ച് അന്തോണീസ് പുണ്യാളിൻ്റെ മുമ്പിൽ വയ്ക്കും. ഇങ്ങനെ വയ്ക്കുന്ന പാഷാണം വർക്കുകളാണ് ഇവരെന്ന് നാരായണ ഗുരുവിനെ അറിയാം. അതുകൊണ്ട് അദ്ദേഹം സാധാരണ വാഗ്ഭടാനന്ദൻ എന്തോ ചോദിച്ചപ്പോൾ ഊറിച്ചിരിച്ചു എന്ന് പറഞ്ഞില്ലേ, ഇതുപോലെ ഊറി ഒന്ന് ചിരിക്കും. അതിനപ്പുറത്തേക്ക് ഗുരുവിന് ഇതൊന്നും വിഷയമേ അല്ല. പക്ഷേ എനിക്ക് വലിയ സങ്കടം ഉണ്ടായത്, ഈ ഗുരു നിരാകരിച്ച കാഷായം തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ശിവഗിരി മഠത്തിൻ്റെ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള സന്യാസിമാർ ആ വേദിയിലുണ്ടായിരുന്നു. അവർ കമാന്നൊരക്ഷരം പറഞ്ഞില്ല. പറയില്ല, കാരണം അവർ സന്യാസികളല്ലേ. കാഷായം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമില്ല. സർവ്വസംഘ പരിത്യാഗിയാണ് സന്യാസി, പിന്നെ ഈ കാഷായ വസ്ത്രം ഉപേക്ഷിക്കാനാണ് വലിയ കാര്യം. ശങ്കരൻ പറഞ്ഞിരിക്കുന്നത് സന്യാസിമാരോട് കൗപീനവന്ത ഖലു ഭാഗ്യവന്ത എന്നാണ്. കോണകമുള്ളവൻ ഭാഗ്യവാനാണ്. സന്യാസികൾക്ക് സന്യാസ പഞ്ചകം സന്യാസിമാർക്ക് വേണ്ടി എഴുതിയ 5 ശ്ലോകങ്ങളാണ്. ഓരോ ശ്ലോകവും ലാസ്റ്റ് വരി ഇതാണ്, കൗപീനവന്ത ഖലു ഭാഗ്യവന്ത. ആ സ്റ്റേജിൽ വെച്ചിട്ട് സ്വാമി സച്ചിദാനന്ദ, ശരി ഈ കാഷായമാണോ മുഖ്യമന്ത്രിയെ ബുദ്ധിമുട്ടിക്കുന്നത്, ഞാൻ ഇത് ഊരുന്നു എന്ന് പറഞ്ഞിട്ട് കോണകം മാത്രമായിട്ട് നിന്നിരുന്നെങ്കിൽ ദാറ്റ് വുഡ് ഹാവ് ബീൻ ദ ഗ്രേറ്റസ്റ്റ് റിപ്ലൈ ടു പ്രൈം മിനിസ്റ്റർ. കാരണം ഇത് ശങ്കരൻ പറഞ്ഞതാണ്. സച്ചിദാനന്ദ സ്വാമി ശങ്കരനും നാരായണനും പറയുന്ന അദ്വൈതം ഒന്ന് തന്നെയാണെന്നും ശങ്കരൻ പറഞ്ഞെടുത്തുന്ന അദ്വൈതത്തെ കുറേ കൂടെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തിട്ടുള്ളതെന്നും പറയുകയും പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്യുന്ന ആളാണ് സച്ചിദാനന്ദ സ്വാമി. അപ്പോൾ സച്ചിദാനന്ദ സ്വാമിയെ ഈ കാവ്യം എടുത്ത് കളയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരുപക്ഷെ ഒരു റിഫ്ലക്സ് ആക്ഷൻ ദേ കിടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും മുഖ്യമന്ത്രി? അതുകൊണ്ട് സന്യാസിമാരെ കാവ്യ കാണിച്ച് പേടിപ്പിക്കരുത്, കാവ്യ അഴിച്ചു കളയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഞെട്ടില്ല. അവരൊന്നിനും ഞെട്ടില്ല. ഈ ഞെട്ടലൊക്കെ കഴിഞ്ഞിട്ടല്ലേ അവർ ആ സ്റ്റേജിൽ എത്തിയിരിക്കുന്നത്. എന്താ വിചാരിച്ച സന്യാസിമാരെ പറ്റി? ഏതായാലും ഗുരു ചിരിക്കട്ടെ, ചിരിച്ചുകൊണ്ടേയിരിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.